കുട്ടികൾക്ക് കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. പുള്ളിയുടെ അഭിനയം കുഴപ്പമില്ല, നല്ലതാണ്. കുട്ടികൾക്ക് വേണ്ടി കുഴപ്പമില്ല. കുട്ടികളുടെ മൂവിയാണ്. കൊള്ളാം നല്ല പടം. നല്ല പടം. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള എന്ത് എടുത്തു പറയുന്നുണ്ട്? പടം കൊള്ളാം. കുട്ടികളുടെ ആണോ? കുട്ടികളുടെ കോമഡിയാണോ അതോ സീരിയസ് ആണോ? കോമഡി അത്യാവശ്യം കോമഡിയാണ്. എഴിച്ചിലുണ്ട്, എന്നാലും ക്ലൈമാക്സ് കുഴപ്പമില്ല. കുട്ടികളുടെ പടമാണോ? കുട്ടികളുടെ പടമാണെന്ന് ചോദിച്ചാൽ ആ കോൺസെപ്റ്റൊക്കെ ഓക്കെയാണ്, ബട്ട് കുറച്ചുകൂടെ ഒരു ഇതാക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ ഓഡിയൻസിന് കണക്ട് ആവും? എല്ലാവർക്കും കണക്റ്റ് ആവത്തില്ല, കുറച്ചുകൂടെ മെച്യൂർഡ് ഓഡിയൻസിനാണ് പറ്റിയത്. നല്ല കൊള്ളാം. നല്ല കഥ, കൊച്ചു പിള്ളേരുടെ കഥയാണ്. കൊള്ളാം, നല്ല കഥ. കുഴപ്പമില്ല, വലിയ ഇതൊന്നുമില്ല. കുട്ടികളുടെ പടമാണ്. കുഴപ്പമില്ല, വലിയ ഇതില്ല. ചെറിയ ഫാമിലിയായിട്ട് കാണാൻ കൊള്ളാം. പിന്നെ ആദ്യമായിട്ട് എല്ലാവരും ഒരു അപ്പിയറൻസ് കണ്ടിരിക്കാം. അത്ര ഇതില്ല, എന്നാലും കൊള്ളാം. ചിലവർക്ക് ഇഷ്ടപ്പെടും. സൂപ്പർ ഹീറോ ബീസ് അങ്ങനെ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് നല്ല പടമായിരുന്നു. എക്സ്പെക്റ്റഡ്. കുട്ടികളുടെ പടമാണോ? അതെ, കുട്ടികളുടെ പടം. ഫാമിലിയായിട്ട് കാണാമോ? തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് കാണാൻ കൊള്ളാം. നല്ല പടമാണ്. നല്ല നമുക്ക് ടച്ച് ചെയ്യുന്നതാണ്. നല്ല പടം. കുട്ടികൾക്ക് പടം എന്നല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. കുട്ടികൾക്കെന്നും പറഞ്ഞ ഒരു കാറ്റഗറി തിരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പ്രത്യേക മെസ്സേജ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ എല്ലാവർക്കും കാണാം. വലിയ രസമൊന്നുമില്ല. അതായത് നമ്മൾ ഈ തീം എന്താണ്, കണ്ടിട്ടുള്ള തീമൊക്കെ തന്നെ, പുതിയ പ്രമേയമൊന്നും അല്ല. പിന്നെ ഒരു കുട്ടികളുടെ ചിത്രം, അതുകൊണ്ട് നമുക്കങ്ങനെ മോശമൊന്നും പറയാനില്ല. ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. റിങ്കോ അതൊരു കൊച്ചു സിനിമയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. പിന്നെ എല്ലാവരുടെയും ഒരു പെർഫോമൻസ് സൈസ് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആയാലും കുട്ടികളായാലും അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയം വെച്ച് നല്ലൊരു മൂവിയാണ്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ള എന്തെങ്കിലും ഹൈ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ച് പറയുന്നതാണ്. ഒരു സിനിമ എടുക്കുക, 5 പൈസ കയ്യിലില്ലാതെ ഒരു സിനിമ തുടങ്ങുമ്പോഴേ കടം വാങ്ങിച്ച് തുടങ്ങുന്ന കഥ, അതാണ് സംഭവം. പിന്നെ എന്തോ പറയും, കണ്ടുകൊണ്ടിരിക്കാം. ഭയങ്കര സ്പീഡിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സിനിമയൊന്നും അല്ല. ജസ്റ്റ് നമുക്കൊരു ടൈം പാസ് സമയം, നമുക്ക് ചെറിയ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കയറി കാണാം എന്നുള്ളതല്ല, വേറെ പ്രത്യേകിച്ചൊന്നും.